ഞാൻ പോട്ടെ. എന്റെ പൊന്നാശാനെ, എന്താ ഇത്? ആശാൻ എന്നെ ശിഷ്യനാക്കണം. കാല് ഞാൻ തുടർന്നും പിടിക്കാം. എന്നാലും ഇതെങ്ങനെ പറ്റിക്കുന്നുണ്ട് ആശാന്? എന്തോന്ന്? ഓച്ചിറക്കാളയുമായിട്ട് ഇവിടെ വന്ന അന്ന് മുതല് ആശാന്റെ ഓരോ വേലകളും ഞാൻ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. സത്യത്തിൽ ആശാന്റെ ഒരു എലിയ ആരാധികനാണ് ഞാൻ. ഇതെങ്ങനെ ഒപ്പിക്കുന്നു ആശാന്? എന്തോന്ന്? ആശാന്റെ ഈ അതൊക്കെ ഒരു വശമാണെന്ന് വെച്ചോ, ഒരു ഞുണുങ്ങ് വേല. ആ ഞുണുങ്ങ് വേല എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു തരാമോ? ആശാൻ എന്നെ ശിഷ്യനാക്കണം. ഞാൻ എത്ര വേണേലും കാണിക്കാം. അതെ. മയിലെണ്ണ കണ്ടിട്ടുണ്ടോ? പിന്നെ ഈ പാണ്ടിക്കാർ കൊണ്ട് കിടക്കുന്നത്? ആ, അത് തന്നെ. താന് ഒരു കാര്യം ചെയ്യുന്നു എന്നിരിക്കട്ടെ. അല്ല, ചെയ്യുന്നു. ഉണങ്ങി ചുക്കിലടിച്ച ഒരു കഷ്ണം ഈർക്കിൽ വീടിന്റെ വാരിയിൽ നിന്നെടുത്താട്ടെ. ഒന്ന് വളച്ചോക്ക്. എങ്ങനെ? ഒടിയും. ഒടിയത്തില്ല. അതിലല്പം മൈലെണ്ണ പുരട്ടെ. എന്നിട്ടൊന്ന് വളച്ചു നോക്ക്. മോതിരം വളയുന്ന പോലെ വളയും. ആണുങ്ങളുടെ കയ്യില് അല്പം മൈലെണ്ണ വേണം. ഉണ്ടോ? ഉണ്ട്. എന്നിട്ട് സമയമാകുമ്പോ കുപ്പി കമന്നു പോകും. പിന്നെയും പുരട്ടാൻ നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട്? താൻ എന്റെ പണി നോക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്റെ പണി നോക്കി. എനിക്ക് ഈ പണി പറ്റത്തില്ല. അല്ല സാറേ, കാര്യമില്ലടോ. ഇതെല്ലാം രക്തത്തിൽ കലർന്ന് കിടക്കുന്നതാ. അതങ്ങോട്ട് സമയത്തിന് പ്രയോഗിച്ചാൽ മതി. താൻ എന്റെ കാര്യം നോക്ക്. തലമുറകളായി ഞങ്ങൾ കാളക്കാരായിരുന്നു. ഞങ്ങളുടെ കാളന്മാരായിരുന്നു ഓച്ചിറയിലെ ഏറ്റവും വലിയ കാളകൾ. ക്ഷേത്രത്തിലെ നേർച്ചയ്ക്ക് പുറമെ കുടികളിലെ പശുക്കൾ വഴിയായും നല്ല ഒരു തുക കിട്ടിയിരുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും കഴിഞ്ഞ എനിക്ക് ഇതൊന്നും അത്ര കാര്യമല്ലടോ. എന്നെ ശിഷ്യനാക്കണം. എടോ, തനിക്ക് ആ ചുരുട്ട് പരിപാടിയാ നല്ലത്.